ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ഡേറ്റ് ഐ തിങ്ക് 6th of February. ഇന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോകും. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് കസോൾ അല്ലെങ്കിൽ ലഡാക്ക്, മണാലി, കുളു അവിടെ എവിടെയെങ്കിലേക്ക് എത്തും എന്താണ് പ്ലാൻ. എന്താ പ്ലാൻ എന്നുള്ളത് ഇപ്പോഴും വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിലേക്കുള്ള ടിക്കറ്റും ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റും ഞാൻ എടുത്തിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ഇന്ദ്രജിത്തും കൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈ യാത്ര കൂട്ടിരുന്ന് കാണാം അല്ലേ? ഇതല്ല അതിൻ്റെ ഒരു ഇത്. ഏതെങ്കിലും ഒരു റാൻഡം ഗേളിന് ഷാനു ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. നമ്മളങ്ങനെ അവസാനം ഡൽഹിയല്ല, ബാംഗ്ലൂർ കെമ്പഗോഡ എയർപോർട്ടാണിത്. So me and Jittu are in Bangalore International. കെമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ലൗഞ്ച് പരിപാടിയിൽ കയറുകയാണ്. വലിയ പിടുത്തം കിട്ടിയില്ല എന്താ പരിപാടി. ഇപ്പോഴും അവിടെ നടുവിൽ ഫുഡെല്ലാം ഫ്രീയാണ്. എന്താ അറിയും നമുക്കിപ്പോൾ ഇതിനു വേണ്ടി ചിലവായത് എന്താ അറിയാം? ഇതിനു വേണ്ടി ഇപ്പോൾ ചിലവായത് 4 രൂപയാണ്. എനിക്ക് 2, ഓനിക്ക് 2. To be more correct. ഇവൻ്റെ ഷൂ ഒക്കെ ഉരിച്ചെന്ന് സെക്യൂരിറ്റി ത്രെറ്റ് അവരുടെ അറിയുന്നതാണ്. Because you know I will 9/11. I said that in a plane. എന്താ പറഞ്ഞത്? സോറി ചേട്ടാ. അള്ളവനെ എന്താ എടുക്കണേ? നമ്മളെ ഇങ്ങനെ ബാഗോടെ ഇവിടെ വലിയ ലെൻസ് ആകുമ്പോണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ നോക്കുന്നേ. എടാ ക്യാമറയിലൊക്കെ ഫോണിലൊക്കെ ക്യാമറ എടുക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ട് ബാഗിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം വെച്ചാൽ അധികം നേരം നിന്നിട്ടില്ല. പക്ഷെ കുറേ ബാഗ് വേറെ കാണിക്കുന്നുണ്ട്. ഒരാവശ്യമില്ലാണ്ട് കുറേ ബാഗ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നൊരു ജിത്തുവിനാണെങ്കിൽ എനിക്കും വലിയ പ്രശ്നം കേട്ടോ. ഞാൻ ഭയങ്കര ക്ഷമൻ്റെ ആളാണ്. ഇവൻ്റെ അച്ഛനെ തെറി വിളിച്ച് ഇവൻ്റെ ബാഗ് വരാത്തതിന് 9 പോകുന്നു. ഇവൻ്റെ അച്ഛനെ എന്തിനീ കളത്തിലെല്ലാം പറയുന്ന 42 മണിക്കൂർ ഇറങ്ങിയിട്ട് ഈ ഉളുപ്പില്ലാത്തൊരു 42 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ടിങ് മുതൽ ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹി ജിത്തുവിൻ്റെ ചെവി ഫ്ലൈറ്റിൽ ഫ്ലൈറ്റത്തെ ചിക്കൻ തെറിച്ചോ. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജിത്തുവിൻ്റെ ചെവിയിൽ കാറ്റ് കുടുങ്ങി. ഒരു കാറ്റ് പോലും നടക്കാൻ പറ്റാത്ത ചെവിയാണല്ലോ. എന്ത് ഇവിടെ വെള്ളം കൂടുതൽ ചെവി പോയി അപ്പോൾ വെള്ളം ഒഴിക്കാൻ കഴിയും. കാറ്റ് കൂടുതൽ ഒഴിക്കാൻ കഴിയും. ഇതില്ലേ വെറും ഒരു ഇന്നേക്കാളും കൂടുതൽ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ 3ാമത്തെ പ്രാവശ്യം അതിൽ ആകിയാ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കഥ പറയാം. ഇവൻ അറിയപ്പെട്ടത് ഇവന് മുതലാളിയാണ്. അതിന് മാത്രമേ പോയിട്ടുള്ളൂ. സത്യം ആകെ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. നമ്മൾ എൻ്റെ കൂടെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ സ്പൈസ് ജെറ്റിൽ കയറി കാര്യം ചോദിച്ചു ആണോ? എൻ്റെ കൂടെ ഇപ്പോൾ സ്പൈസ് ജെറ്റിൽ കയറി അല്ല എമറേറ്റ്സ് അല്ല ഒന്നുമില്ല. നമ്മൾ 2 ദിവസം ആയി ഡൽഹിയിലെത്തിയിട്ട് ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഇതിൻ്റെ സൗണ്ടൊക്കെ പോയിക്കുന്നു. രാത്രി നമ്മൾ മണാലിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നാളെ രാവിലെ കഴിഞ്ഞിട്ടൊരു മണാലിയിലെത്തും. അപ്പോൾ അവിടെ നിന്ന് കാണാം. ഇന്ന് ശരി ഇതോ ആ ബസ്സിലേക്ക് നോക്കൂ. അതിൽ റെഡ് ബസ് എന്ന് പറഞ്ഞിട്ട് ബസ് മൊത്തം വീലാണല്ലോ. അതൊരു പ്രശ്നമാണ്. ഇവിടെ പൈസേൻ്റെ കുറവ് കാരണം പറ്റിയതാണ്. നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാം. ഡ്രൈവർ സീറ്റ് ചോപ്പാ.
ബാക്കിക്ക് ഫണ്ട് തികഞ്ഞില്ല, നീലയാക്കി തന്നെ ഇറക്കി. സത്യമാണ്, ട്രൂ സ്റ്റോറി. ഹായ് ഗൈസ്, മണാലി നമ്മൾ വിചാരിച്ച പോലെ അല്ല, സഹിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പൊ മണാലി എത്തിയിരിക്കുകയാണ്. സംസാരിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പറ്റുന്നില്ല. എന്ത് തണുപ്പാണത്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ എങ്ങനെയുള്ള അതേപോലെ തന്നെ ഉണ്ട് മണാലി ഇപ്പോഴും. അയ്യോ എന്താണ്, പക്ഷേ കഴിഞ്ഞ വർഷം വന്നപ്പോ ഇത്ര ഐസിലായിരുന്നു. ഇതിപ്പോ റോട്ടിൽ അവിടെയും ഇവിടെ ഒക്കെ ഐസാണ്. അങ്ങനെ കിടക്കുമ്പോ അവിടെ വെള്ളം വേണോ? നമ്മൾ ഇമ്പോർട്ടൻ്റ് എത്തിച്ചാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങോട്ടാണ് പോകുന്നത്. റൂം എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. റൂമിലേക്കും യാത്രയും കൂടി 1500 റുപ്യ എന്ന് പറഞ്ഞു. റൂമിലേക്ക് യാത്രക്കാണ് 1500 റുപ്യ. അവിടെ എത്തിയിട്ട് കാണാനുണ്ട്. അങ്ങനെയാണല്ലോ. ഇതാണ് നമ്മളെ ബൈ ബൈ. ഹായ് പറയൂ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഉഷാറ് പോയാട്ടത്. അങ്ങനെ അവസാനം ഞങ്ങൾ നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. റൂമിന്റെ പേരെന്താണ് പറയൂ? ഗൈസ്, വി ആർ ഇൻ സിയാൽ ഹൈറ്റ്സ് മണാലി. തണുക്കുന്നു ഗൈസ്, തണുത്ത് വിറയ്ക്കുന്നു ഗൈസ്. നേരെ അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മല കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ ജിത്തോട് പറയൂ. വെള്ളമല. അതെ, വെള്ളമല കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ബുജ്ജി, നിനക്ക് കാണുന്നുണ്ടോ? ജിത്തോ हम किधर है? हम मनाली. नो वे. सच में? सीरियसली. ജിത്തോ പറയ്, ഇന്നത്തെ പ്ലാൻസ് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരോ. ഗൗരി വരുന്നത് നമ്മൾ ഓടി പോരാണോ? നമുക്ക് അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട്. എന്താ അഡ്വഞ്ചർ സ്പോർട്ട്? കുന്നു നടന്നില്ല. ചെറിയ ടയർഡ് ഉണ്ട്. നമ്മളാ ബെഡ് കണ്ടു, നമുക്ക് ആ ബെഡ് ഇഷ്ടമായി. വി ആർ ഡൺ ഹിയർ. ദിസ് ഈസ് ആർ മണാലി ട്രിപ്പ്. ബൈ. നമ്മളിപ്പോ കുറച്ചു നേരം മുന്നേ ഇവിടുന്ന് ഇതാക്കിയിട്ടുള്ളൂ, നടന്നിട്ടുള്ളൂ. അപ്പൊ നമ്മള് സ്ലിപ്പായിട്ട് ഇവിടുന്നൊക്കെ വികാൻ പോയിന്. പക്ഷേ വികാൻ പോയി. പക്ഷെ നമ്മൾ എന്തോ ആയിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ വലിയ സീനില്ല. ജയസ് അതൊക്കെ നോക്കിയാ ഇപ്പൊ ഫുള്ളായിരുന്നു. ജയസ് ഐസൊക്കെ ചവിട്ടി കളിക്കാനും, പക്ഷെ ഒന്നും ആയില്ല. നമ്മളിപ്പോ ഇപ്പൊ എങ്ങോട്ടാ പോണേ? നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ലടാ. ഒന്ന് ചായ പിടിക്കാം. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന വലിയൊരു കാഴ്ചയാണിത്. ഈ ഒരു കാറ് ഈ ലൈസിൻ്റെ ഉള്ളിലാണ്. അതേമാതിരി തന്നെ ഇവിടെ ഇതാ വേറെ കാണാൻ നമുക്ക്. അല്ല സ്പെഷ്യൽ സാധനം ഇവിടെ ഇതാണ് വിൻഷീൽഡ് ഇല്ലാത്ത കാര്യം. ഇതെന്താ ഇത് ആർത്തേനെ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇതുവരെ എന്താ കോരി എടുത്തിട്ടായിരിക്കില്ല ഇവിടെ വണ്ടി എടുക്കല്. യോനികേഷ് നമ്മളങ്ങനെ ഇപ്പോ മണാലി കൂടെ ഇത് ഇതിനെന്തിനും വിളിക്കുക? ചുറ്റം മാർക്കറ്റിന് എന്തിനു പറയാ? മാൽ ബസാർ. മാൽ ബസാറിലേക്ക് മോതൊന്ന് കാണാൻ മാൾ റോഡ്. യെസ്, മാൽ റോഡ്. റോട്ടറി ചൗക്ക്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ഇല്ല, ദിസ് ഈസ് മണാലി. ദാറ്റ്സ് ഓൾ യു കൻ നോ. ബാക്കിയൊക്കെ നമ്മളിപ്പോ നല്ല ചൂട്, നല്ല തണുപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഉള്ളൊന്ന് ചൂടാക്കാൻ എന്തെങ്കിലും ബൈക്കാന്നുള്ളൊരു BMW ഏറ്റവും പഴയ ബൈക്ക്. BMW ഏറ്റവും പഴയ ബൈക്കും ഡിസ്കഷൻ. നമുക്കപ്പോ നമ്മള് ഫ്ലൈറ്റും പിടിച്ച് ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് അപ്പൊ മണാലി എത്തി. ഇത്ര ആൾക്കാരുണ്ട്. ഇവിടെ അച്ഛൻ പറഞ്ഞിക്കണേ, പൈസ വേണമെങ്കിൽ മുപ്പത് പൈസ വെച്ചാൽ ഞാനും ഇവിടെ ജീവിക്കൂ. നമ്മളെ പൈസയാണത്. വേണമെങ്കിൽ
കൊട്ടനുസരിച്ച് അടിച്ചിട്ട് എന്താ വേണ്ട പറ ബാക്കി പറ കൊടുത്താൽ മതി. ആകെ 2 മിനിറ്റ് ഉള്ളടാ. 2 മിനിറ്റ് കാണില്ല. ഞാൻ ഭയങ്കര ഡാർക്കില്ല. അരമണിക്കൂറായി കഴിച്ചു, വെറുതെ പറയാണ്. ഒരു വായ്പാണ്. പിന്നെ കഫേ വന്ന കഫേ മോമോ വിൽക്കുന്ന സാധനം ഇന്റർനെറ്റ് കഫേ. വാങ്ങുന്നെടുത്താലും വീഡിയോ സോഷ്യൽ സർവീസ്. അമീനെ എങ്ങോട്ട് വാ. നിങ്ങളെന്ത് ചെയ്യുന്നത്? നിങ്ങളെന്താ ചെയ്യുന്നത്? തണുക്കുന്നതിന് ഡാൻസ് കളിക്കുന്ന സംഭവം പറയാനുണ്ട്. അമീൻ അപ്പൊ ഇവിടെ ഷർട്ടിനാണ് അമീൻ ഇവിടെ നിൽക്കണമെന്നുണ്ട്. അമീന് ഷർട്ട് കൂടി കൊടുക്കണം. Once more, don't play. Kumar. ഒക്കെ ഊരണം. ഇത് അതൊക്കെ ഊരിട്ട് ഇത് കുറച്ച് ഷെഡ്യൂൾ വരും. ശരിയാടാ. Yes guys. പാരഗ്ലൈഡിംഗ് റെഡിയായി. പാരഗ്ലൈഡിങ്ങും ഡ്രാഫ്റ്റിങ്ങും എത്ര രൂപ? 3000 Per person. അല്ല രണ്ടും കൂടി. Okay, done. അല്ല പറ്റിച്ചാടാ. 2200 800 എത്രയാ? 3 തന്നെയല്ലേ? 2200 800 എത്രയാ? 3 തന്നെയല്ലേ? ആ എന്നെ പറ്റിച്ച്. ഗൈസ്, മണാലിയിൽ ഞങ്ങള് ടൂർന്ന് പറഞ്ഞ് വന്നതാ. അമീനും ജിത്തു ഇതൊക്കെ എന്താ ചെയ്യുന്നത്? വാപ്പച്ചിന്റെ കൊട്ടേഷൻ. അല്ല ഞാനിതിൽ സംഭവം അമീൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടോണ്ട് ഫോൺ വെക്കാൻ പറ്റില്ലാറ് ജിത്തുവിനെ കൊണ്ട് കൊട്ടേഷൻ നോക്കിപ്പിക്കുക. ഇതാണ് നമ്മളെ അവസ്ഥ. മണാലിക്ക് 1 മാസം മുന്നേ പോവാന്ന് ചെങ്ങായി. ഒരു മാസത്തെ പ്ലാനിങ്. അവിടെ വന്ന് വാപ്പന്റെ കൊട്ടേഷൻ. ജയസിൻ തൊപ്പി ജയ്സ് തൊപ്പി വാങ്ങിണ്ട്. എന്തിനാ അറിയില്ല. ജയസിന് തൊപ്പി വാങ്ങി കൊടുക്കാം. നിങ്ങൾ തൊപ്പി കാണുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മള് കൊറേ വീഡിയോസും കൊറേ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു സാധനം കാണിച്ചോ? ശരിക്കും പുക വരുന്നുണ്ട്. ഞാൻ ഓൾസോ ഇന്ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നാളെ എന്തിനാ റാഫ്റ്റിങ്, അല്ല നാളെ പാരഗ്ലൈഡിങ്, നാളെ വണ്ടി എടുത്തിട്ട് കസോൾ പോകും. വണ്ടി എടുത്ത് കസോൾ പോകും. അതെന്താണ് നാളെയല്ല മറ്റന്നാളല്ല നമ്മൾ പാരഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കൊട്ടേഷൻ അടിച്ചു. സത്യം. ഇതെല്ലാവരും വരെ തിരിഞ്ഞെടുത്ത് കുറേ പൈസ ചിലവാക്കി. അത്രേ ഉള്ളൂ. That's it for day 4. Is it day 4 now? Day 5 bro. Day 5 or something. I don't know. You'll see here or here. I don't know. എവിടെയെങ്കിലും നമ്മുടെ കസോളിലേക്ക് ये जवर भाई ये हमारा बहुत अच्छा ड्राइवर है. कभी भी मनाली आओ, जवर भाई से बात करो, उसके साथ जाओ. कॉन्टैक्ट में इधर डालेगा. ओके ले सीन Yo. അമീൻ ഫാരിഷ് ജയസിനെ കാണുന്നില്ല. ജയസ് ബാക്കിലുണ്ട്. ജിത്തു കസോള് പോയിട്ട് വെള്ളത്തിലിറങ്ങി കുളിക്കുമെന്ന് പറഞ്ഞില്ലേനോ? എല്ലാരും കേട്ടല്ലേ? പറഞ്ഞറിയോ? അവൻ കസോളിൽ പോയി കുളത്തിൽ പോയി കൊണ്ട് കുളിക്കണം. നാട്ടിൽ കുളിക്കാത്ത ആളാണ്. അന്ന് രാത്രി റൂം നോഎന്താ പറഞ്ഞറിയോ? എനിക്ക് കസോള് പോയി കുളിക്കണം. എന്താണ്ട് നായ്ക്കളെ ഓരോ വർത്താനം പക്ഷെ കുളിക്കണം. ഈ കുളിക്കുന്ന നിന്നോട് പറഞ്ഞ ഞാനൊന്നും കുളിക്കിട്ടോ. അല്ല, കസോള് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതാണ് നാച്ചുറൽ വാട്ടർ ബോഡി. കുളിക്കും. അത് ഞങ്ങള് വീഡിയോ ഇടും. അത്രേ ഉള്ളൂ. കുളിസി നമ്മൾ പുറത്തിറക്കുന്നതാണ്. അടാ ഇവിടെ ഞാൻ പോയത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ നമ്മൾ പാരഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി താഴ്ത്ത് നിൽക്കാണ്. ആർക്കും പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോ ആലോചനയിലാണ് ഇവനൊക്കെ പേടിച്ചിക്കാണ്. പക്ഷെ ഞാൻ എന്തായാലും ചാടും. എന്നാ ഇവിടുന്ന് ചാടി കൂടെ അങ്ങോട്ട്. അതാണ് അഡ്വഞ്ചർ സ്പോർട്സ് നടക്കുന്നത്. സത്യം അഡ്വഞ്ചറിന് വേണ്ടി ഇവിടെ താഴെ കാണാൻ പോയി. സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മള് പാരച്യൂട്ട് ഇടാണ്ട് ചാടണം. ഇത് പാരച്യൂട്ട് ഇട്ടിട്ടാ ചാടണേ.
നമ്മൾ അങ്ങനെ ഇപ്പോൾ കസോളിലാണുള്ളത്. Guys, we are at Kasol. Kasol is a beautiful place, you know. യെസ് താങ്ക്സ്. നമുക്ക് കിട്ടിയ റൂം അടിപൊളി റൂം. അടിപൊളി റൂം, ഒന്നും അറിയില്ല. ഈ റൂമിന്റെ വീഡിയോ ആരും എടുത്തിനാ? അല്ലാഹ്, റൂമിന്റെ വീഡിയോ ആ റൂമിന്റെ വീഡിയോ ഉണ്ട്. റൂം സീൻ, നല്ല ഹീറ്റഡ് ബെഡ്, നമ്മൾ ഇറങ്ങുമ്പോ റൂം കുറച്ച് ചെറുങ്ങനെ അലങ്കലായി പോയി, പക്ഷെ അല്ലാതെ റൂം വളരെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ മിക്കവാറും നമ്മൾ മണാലിയിൽ എന്തോ ചെയ്യണേ, പെട്ടെന്ന് നമ്മൾ കസോളെത്തി. പക്ഷേ ദ ട്രൂത്ത് ഇസ് ദാറ്റ് കോമഡിയാണ്, ലോക കോമഡിയാണ്. ഇവര് 4 ആള് പാരാഗ്ലൈഡിങ്ങിന് പോവാ പറഞ്ഞ് ഇറങ്ങി പോയി. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക, നോക്കുമ്പോൾ ജിത്തു പാരാഗ്ലൈഡ് ചെയ്ത് വന്ന്, ബാക്കി 3 ആൾക്കും പറ്റിയില്ല. എന്താ വെച്ചപ്പോൾ വിൻഡ് കൂടുതലാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പാവങ്ങൾ 4 മണിക്കൂർ വെറുതെ പോസ്റ്റ് അടിച്ച് തിരിച്ചു വന്നു. മഹാപരാജയമായിരുന്നു ആ പാരാഗ്ലൈഡിങ്. പോരാത്തിന് നിങ്ങൾ പാരാഗ്ലൈഡിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം അവരോട് ചോദിക്കുക ഞങ്ങളെ ഗ്ലൈഡറിന് ലൈസൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അതിൽ കയറാൻ പാടുള്ളൂ. എല്ലാം സേഫ്, നല്ലോണം ബാർഗൈൻ ചെയ്യാം. ഇവിടെ മിന്നാന്ന് ഒരു സ്ത്രീ പാരാഗ്ലൈഡിങ് ചെയ്യണ സമയത്ത് ഒരു ക്ലാമ്പ് ഉണ്ടല്ലോ, ഹാർനസ് വിട്ടുപോയിട്ട് നിലത്തടിച്ച് ഏതോ വീട്ടിന്റെ മേലെ വീണ് മരിച്ചുപോയി. അപ്പൊ അതിനാൽ പോലീസുകാർ വളരെ ടൈറ്റ് ആയതുകൊണ്ട് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, പാരാഗ്ലൈഡിങ് പോലീസുകാർ വന്ന് എല്ലാവരും ലൈസൻസ് ഒക്കെ തുടങ്ങി. ഈ പൈലറ്റുമാരൊക്കെ ഇറങ്ങി ഓടിക്കാന് ആർക്കൊന്നില്ല. ചങ്ങായിമാരുണ്ടല്ലോ, ഒരിങ്ങനെ ഫുള്ള് ഗിയർ ഇട്ടില്ലണ, അപ്പുറത്ത് മരത്തിനായിട്ടിലേക്ക് പോയി ഒളിച്ചിക്ക അമ്മര് സീന്. അല്ല നിങ്ങളെ പാരാഗ്ലൈഡിങ്ങിന് അതാ അറിയാം. വന്നാൽ എന്തായാലും ബാക്കിയുള്ള എല്ലാ ഫുഡും മുമ്പിലായിരിക്കും. പക്ഷേ ഹിമാചൽ പ്രദേശിൽ മണാലി ഉണ്ടല്ലോ. അല്ല, മണാലി പോയാലും ആ ഹൈറ്റിൽ എവിടെ പോയാലും നമുക്ക് ആകെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത ഒത്തിരി സാധനമുള്ളൂ ഫുഡില്. അതെ, മാഗി മാത്രമേ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എവിടെ പോയാലും തിന്നാൻ വിശ്വസിച്ച് തിന്നാൻ പറ്റിയ ഏറ്റവും സാധനം മാഗി ഉള്ളൂ. മാഗി, ചായ, ഇത് രണ്ട് എവിടെ വേണം പോയി തിന്നാൻ. എനിക്ക് ചായ തിന്നാനുള്ളത്. Don't try to play the fool with me, Nikesh. സോറി, ചായ കുടിക്കാലോ. അമ്മോ, ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. കുടിച്ചാ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ. നിങ്ങളിങ്ങനെ സില്ലാവരുത്. എന്ത് സുഖം. സ്ഥലം ഇഷ്ടപ്പെട്ടു. സ്ഥലം അടിപൊളി സ്ഥലം, പീസ്ഫുൾ. ആ സംഭവം എനിക്കൊരു സത്യം പറയുന്നുണ്ട് ഗൈസ്, അമീന്റെ ഫോളോവേഴ്സിനോടാണ്. അമീന് ഒരു ജാക്കറ്റ്, ഇതാ ഈ സാധനം വാങ്ങാൻ എന്തെല്ലാം ഷോപ്പിൽ പോയി. ഇതൊക്കെ ആരോ വീഡിയോ വന്നില്ലെങ്കിൽ കച്ചറയാവും. അമീൻ ഈ ജാക്കറ്റ് വാങ്ങാൻ പോയി. അപ്പൊ ഒരു പെൺകുട്ടീനെ കണ്ട് ഒടുക്കത്തെ നോട്ടം അമീന്. പിന്നെ ഇറങ്ങിയില്ല. ആ ഇന്നും കണ്ടു. ഇന്ന് അമീന് ഒരു ഷോപ്പ് കയറിയപ്പോണ്ട് ഓളും കയറി വന്ന്. ഓൾ അമീന്റെ കള്ളിൽ ചിരി. ആ ഇത് ഇന്നലെ ഞാൻ ജാക്കറ്റ് എടുത്ത ചെക്കനാന്ന്. എന്നിട്ട് ഓൾക്ക് നാണം വന്ന് ഓൾ ഒളിച്ചൊളിച്ച്. അപ്പൊ അമ്മീ ഷോപ്പിനകത്ത് കയറി പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അല്ല, എനിക്കൊരാൾക്ക് ജാക്കറ്റ് എടുക്കാൻ 5 ആൾക്കാരെ ഷോപ്പിൽ കയറി എന്തിനാന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ നമ്മൾ ഒന്നെങ്കിലും ഒരുമിച്ച് നടക്കല്ലേ, അപ്പൊ നമ്മള് ബാക്ക് പോകണ്ടേ. എല്ലാരും ഹോട്ടലിലുള്ള ചെക്കാവേ ഫുഡ് കഴിക്കാൻ ഇവിടെ പെൺകുട്ടികളെ മണത്തിനും കൂടെ ഓടി. ആ ഇനിയിപ്പോ പറഞ്ഞത് ജിത്തുടെ ഓളെ ഓൾറെഡി 800 rupees ഓൺലി. അതൊരു വല്ലാത്ത ബാർഗേനിക. ഒരു 100 രൂപ കുറച്ചു നേരം സ്കാനർ ഒളിപ്പിച്ചാ. ആണോ സ്കാനർ ഒളിപ്പിച്ച? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. അങ്ങനെ കസോളിൽ നിന്ന് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? ചനാലോ, ചലാൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്ക്, ആ ഗ്രാമത്തിന്റെ വഴികൾ മനസ്സിലാക്കാനും ആ ഗ്രാമത്തിലെ ആൾക്കാരെ മനസ്സിലാക്കാനും ആ ഗ്രാമത്തിലെ ആളുകളെ മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ അങ്ങോട്ടൊരു യാത്ര. ആ പറയൂ. കൊയിലാട്ടിൽ നിന്നും പരിചയപ്പെട്ട ഫാരിസ് പോയി ഞങ്ങൾ ചലാൽ നഗര വീതിയിലൂടെ നടന്നു. ഫാരിസിനെ കാണിക്കും. ഇതാണ് മോനെ സാധനം.
വെൽക്കം ബാക്ക് ടു അമീൻ ചാനലിലേക്ക് നടത്താം. ഇപ്പൊ കൊണ്ടുവന്നത് എങ്ങോട്ടാണെന്ന് നമുക്കറിയത്തില്ല. പോയി അവിടെ എത്തുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് നടത്തം. ഒടിയൻ നമ്മളിവിടെ ഒടിയുണ്ട്. ഒടിയൻ മരണ ഇതിപ്പോ ബാറ്റ്മാൻ അയക്കുന്നു ഒടിയൻ മാറിയിട്ട്. അങ്ങനെ ആ കുഞ്ഞു ഗ്രാമത്തിലേക്ക് നടന്ന് നമ്മൾ ഏകദേശം കുഞ്ഞു ഗ്രാമം എത്താനായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു വിശ്വാസമാണത്. എങ്ങോട്ട്? കുഞ്ഞു ഗ്രാമം, കുഞ്ഞു ഗ്രാമല്ലടാ, this is heaven. കുഞ്ഞു ഗ്രാമം, Heaven. കുഞ്ഞു ഗ്രാമം. കുഞ്ഞു ഗ്രാമത്തില് ബാക്ക്ഗ്രൗണ്ട് കണ്ടു. അങ്ങനെ മാർഗ ലൈറ്റിംഗ് കാരണം രണ്ട് ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ പഴയ ചെറിയ ഗ്രാമത്തിലേക്ക്. സംഭവം എന്താ അറിയോ, അമീന്റെ ജോലി രസമുണ്ടെന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞു. ആ സെക്കൻഡ് തുടങ്ങിയ ജോലി ഏതാ? താടി പറഞ്ഞ കാണിക്കണല്ലോ. ചൊറിഞ്ഞതല്ല, ജോലി ഏതാ? അപ്പൊ നമ്മൾ ആ കുഗ്രാമത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഗ്രാമം പക്ഷേ ഗ്രാമം വില്ലേജ് എന്ന പേര് മാത്രമേ ഉള്ളൂ. സാധനം ചെയ്യും കുറച്ച് ഹൈടെക് ആണ്. കുറച്ച് അധികം. അതെ, ഇവിടേക്ക് പോണ ഒരു വയ്യാണിത്. നടക്കാം. പിന്നെ അവിനേഷ് കമോൺ വാക്ക്. ഇവിടേക്ക് പോകുന്ന റൂട്ടാണ്. ഞാൻ നടക്കട്ടെ. സീനിക് വാട്ട് ഈസ് സീനിക് റൂട്ട്. ഇവിടെ വന്ന മണ്ടന്മാരെ കാണാതെ ഇരിക്കുകയാണ്. അല്ല കുറച്ച് കഞ്ഞി കുടിക്കണം. നമ്മളെ ചെറിയ ഗ്രാമത്തിലൂടെ യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ചെറിയ ഗ്രാമം നമ്മൾ വിചാരിക്കുന്നത് കണ്ടോ, ഇതൊരു വീടാണ്. മായ കഫേ ആണോ? ബോർഡൊക്കെ ഉണ്ട്, കാണിച്ചു കൊടുക്കും. മായ കഫ. മായ കഫേന്റെ അടിയിൽ ഒരു വീടുണ്ട്. ഇല്ല ഓനുണ്ടാക്കി വെച്ചു. മായ കഫേ അവിടെ ആരോ ടച്ചിട്ടുള്ളൂ. മായ കഫേ എവിടെയാണോ അറിയത്തോ? അതാണ് മായ കഫേ. ഇത് ആരോ ഇട്ടത്. ഇത് വീടാണ് കള്ളക്കാപ്പ്. നമ്മൾ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ പറയുകയാണ്. കസോളിൽ നിന്നും എല്ലാരും എന്തായാലും ഈ ഗ്രാമം ഒരു അടിപൊളി ആയിട്ട് നിങ്ങൾ പരിചയപ്പെടാം. നല്ല രണ്ട് ഏട്ടന്മാരുണ്ട് ഇവിടെ. നമ്മളതിന് നല്ല ബന്ധ മലയാളീസാണ്. ചായ കാപ്പിയാണോ ചോദിക്കൂ. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ഈ രാത്രി ഡൽഹിയിലേക്ക് പോകും. ബൈ ഗൈസ്. സമയം ഒരു 6 മണിയായി. ഇവിടെ ഉള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ മാത്രം എത്ര പുക എന്തോ കാട് എത്തുന്നുണ്ടോ? അവിടെയും കാട് എത്തിയില്ല. ഇവിടെ കാട് കത്തൽ കുറച്ച് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടോ, ആരും മലെല്ലാം വരച്ചിട്ട പോലെ ഉണ്ടല്ലേ. ഇത് നേരിട്ട് വന്ന് കണ്ടാൽ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റും. ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് പറയാൻ പാടില്ല. കാരണം ഭയങ്കരം എന്ന് പറഞ്ഞാൽ ടെറിഫൈങ് എന്നാണ്. ടെറിഫൈങ് ബ്യൂട്ടി എന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ അടുത്ത വ്യൂവിൽ കാണാം. അപ്പം ഗ്രാമം വന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതെ കാര്യം മലയാളികൾക്കല്ല, ഇന്ത്യക്ക് എതിരാണ്. ഈ വീടിന്റെ വലിപ്പം നിങ്ങൾ കാണണം. ഈ ഡോറ് പറക്കുന്നെങ്കിൽ അത്യായിട്ടും ഒരു 3 അടി ഉണ്ടാവുള്ളൂ. 3-4 അടി. ഓന്റെ ഒരു തലേന്റെ മേലെ ഉണ്ട് കേട്ടോ. സീൻ. That's what I said. അങ്ങനെ നമ്മളെ മണാലി കസോൾ യാത്ര കഴിഞ്ഞു. നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ഇപ്പോൾ ബസ്സിൻ്റെ റെസ്റ്റ് സ്റ്റോപ്പിലാണുള്ളത്. നമ്മൾ ഡൽഹി പോയിട്ട് രാവിലെ ഡൽഹിയിലെത്തും. പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ല. പിന്നെ പരിപാടിയൊന്നുമില്ല. പിന്നെ വീട്ടിലെത്താം. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാ യാത്രയും കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശപ്പുള്ള നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. 9 മണിക്കൂറായി. ഫ്ലൈറ്റിൽ മാത്രമായിരുന്നു. ഫ്ലൈറ്റ് 1:35 പക്ഷെ നമ്മൾ ഫ്ലൈറ്റ് കയറിയത് 4 രൂപേന്.
4:20 ഇവിടെ നമ്മൾ എത്ര മണിക്ക് എത്തുന്നുണ്ട്? ഇവിടെ നമ്മൾ 8:30 തന്നെയായിരുന്നു. പക്ഷെ എത്തിയത് ചെറുതായിട്ട് 11 മണിയായിപ്പോയി. ദാറ്റ് ഇസ് ദി ഓൺലി പ്രോബ്ലംസ്. ലൗഞ്ച് ഉണ്ടാവുന്നെല്ലാം വിചാരിച്ച് ലൗഞ്ച് കയറാൻ പറ്റിയില്ല. ഫ്ലൈറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല. കഴിഞ്ഞ 7 മണിക്കൂറായിട്ട് ഞാൻ ഫ്ലൈറ്റിലാണ്. 7 അതെ, നമ്മൾ ഒരു പ്രാവശ്യം സീറ്റ് മാറിയിരുന്നു. അത് പക്ഷെ നല്ലൊരു അപ്ഗ്രേഡ് ആയിരുന്നു. നല്ല ലെഗ് സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റി കിട്ടി. പക്ഷെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ യാത്ര എത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇവന്റെ ഫോളോ ചെയ്യണോ? മാനസേതു. ചെയ്യ്. മാനസേതു. ശരി, ഗുഡ് നൈറ്റ്.